എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി റിവ്യൂവിലേക്ക് സ്വാഗതം. നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകും നമ്മുടെ ഇന്റർവ്യൂ സ്റ്റാറായ ധ്യാൻ ശ്രീനിവാസന്റെ സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന് പറഞ്ഞ മൂവി നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ചിത്രം കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയിരുന്നു. കാരണം അധികമാരും പേര് അറിയാൻ ചാൻസ് കുറവാണ്. ഒരു വിധത്തിൽ ചിത്രം വാഷ് ഔട്ടായി പോകാൻ ചാൻസ് വളരെ കൂടുതൽ തന്നെയാണ്. കാരണം മാതിരി ഒരു അപരാധം തന്നെയാണ് ചിത്രത്തിൽ എടുത്തു വെച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് സ്വർഗത്തിലെ കട്ടുറുമ്പിനെ കുറിച്ച് ഡീറ്റെയിലായി തന്നെ പരിചയപ്പെടാം. ജസ് പോൾ ഷൺമുഖൻ ആണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. പുതുമുഖ ഡയറക്ടറാന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഏതോ ശിവൻകുട്ടിയാണ് ഇതിൻ്റെ നിർമ്മാണം. ഇതിൻ്റെ കാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ സ്റ്റാറായ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, ഗായത്രി അശോക്, അതുപോലെ തന്നെ അപ്പാനി ശരത്ത്, ജോയ് മാത്യു, ശ്രീകാന്ത് മുരളി, ഗൗരി നന്ദന തുടങ്ങിയവരൊക്കെ പ്രധാനമായും കാസ്റ്റിംഗായി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കൊല്ലം സുധി, നാരായണൻകുട്ടി മരിച്ചുപോയ രണ്ട് വ്യക്തികളും ചിത്രത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ കാലം മുമ്പ് ഷൂട്ടിംഗ് കഴിഞ്ഞ ചിത്രമാണെന്നാണ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നത്. കാരണം അതിൻ്റെ കോസ്റ്റ്യൂമാണെങ്കിലും അതിലുള്ള അഭിനയിച്ച വ്യക്തികളൊക്കെ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ട് പോയിട്ടുണ്ട്. കാരണം മാമാതിരി ലെവലായിരിക്കുകയാണ് അതിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. എന്തായാലും സ്വർഗത്തിലെ കട്ടുറുമ്പ് തുടങ്ങുന്ന ഒരു ഇടുക്കി ഒരു മലയോര പ്രദേശത്തു നിന്നാണ്, അടിമലയെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഒരു ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്നാണ് ചിത്രം ആരംഭിക്കുന്നത്. കാരണം ഇന്നത്തെ തുടക്കത്തിൽ തന്നെ ഒരുപാട് ഇലക്ഷൻ്റെ പഞ്ചായത്ത് ഇലക്ഷനാണ്. അപ്പോൾ അവിടെ ഒരു ഫ്ലെക്സ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടി നമ്മുടെ കഥാനായകനും സംഘവും ഒരു മലയോര പ്രദേശത്തേക്ക് വരുന്നു. അവിടെ നിന്ന് കുറച്ച് നമ്മുടെ അപ്പാനി ശരത്ത് വരുന്നുണ്ട്. തുടക്കം തന്നെ വരുമ്പോൾ തന്നെ ഒരു കോമഡി ആക്കി കളഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ആൾ വലിയ ജീപ്പിൽ വരുന്നു കുട പിടിച്ചിട്ട്. ഇപ്പോൾ ധ്യാനിങ്ങനെ നോക്കും. ഇങ്ങനെ നോക്കുന്ന സമയത്ത് കുടക്ക് വലിച്ചെറിഞ്ഞ് മഴയൊക്കെ നനഞ്ഞ് ആളുകൾ കയറി വരും. രണ്ടും പേരും കൂടിയിട്ട് അടിയാവും. നിന്നെ ശരിയാക്കി തരും, നീ നിൻ്റെ വീട്ടിലേക്ക് അന്വേഷിക്കാൻ പറയും. അപ്പോൾ വിളിക്കുമ്പോൾ അവർ കഥ പറയും, ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ. അങ്ങനെ നമ്മുടെ കഥാനായകൻ നമ്മുടെ ജോസ് കഥ പറയാൻ വേണ്ടി പോവാണ്. നമ്മുടെ നാട്ടിലെ കഥ രംഗം 1. അങ്ങനെ നാട്ടിലെ നടന്ന കഥ ഫ്ലാഷ് ബാക്ക് കഥ പറയുന്നു, എങ്ങനെയാണ് ശത്രു ആയതൊക്കെ പറയുന്നു. അപ്പോൾ നായകൻ പറയാണ്, ഞങ്ങളുടെ നാട് സ്വർഗമായിരുന്നു, കള്ളവും ഇല്ല ചതിയും ഇല്ലാത്തൊരു നാടായിരുന്നു. അതിൻ്റെ ഇടയിലേക്ക് വന്നൊരു കട്ടുറുമ്പാണ് അവനെന്ന് പറയാണ്. അപ്പോൾ അവിടെ നിന്നാണ് സ്വർഗത്തിലെ കട്ടുറുമ്പെന്ന് ഏകദേശം മനസ്സിലായി. പക്ഷെ അപ്പോഴേക്കും ഏകദേശം കാണുന്നവരൊരു നരക തുല്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെ പോകുന്നു. അപ്പോൾ അവിടെ ഈ നെന്മാരാണ് നമ്മുടെ കഥാനായകൻ. രാവിലെ പുലർച്ചെ ഇറങ്ങുന്നു, ചാക്കോട് കൊണ്ടു കൊടുക്കുന്നു, പത്രം കൊടുക്കുന്നു, പള്ളിയിലോട്ട് പോകുന്നു, വാല് പരിപാടി കാര്യങ്ങൾ, ഒരു നെന്മവരം സഹായങ്ങളൊക്കെ ആയിട്ട് കടന്നു പോകുന്ന കഥാപാത്രമാണ് നമ്മുടെ ധ്യാൻ ചെയ്യുന്നൊരു കഥാപാത്രം, ഒരു അമ്മ പെങ്ങൾ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി നമ്മുടെ കഥാനായകൻ വരികയാണ് നമ്മുടെ ധ്യാനിൻ്റെ കാന്താരി. തിരിച്ചിട്ട് അവിടെ തൊട്ട് പിന്നെ വെറുപ്പിക്കിൻ്റെ അഞ്ചിരി കളി തന്നെയായിരുന്നു അതിൽ അഭിനയിച്ച വ്യക്തി. ഗായത്രി അശോക് എന്നാണ് തോന്നുന്നു പേര്. കാരണം മെമ്പറിലെ മേശൻ എന്ന ചിത്രത്തിൽ ചെറിയ റോൾ ഉണ്ടാകുന്നുള്ളൂ. അതിൽ അത്യാവശ്യം വെറുപ്പിക്കലായിരുന്നു. അതിനുശേഷം ബിലോട്ട് വന്നിട്ടുണ്ട്. തുടക്കം തൊട്ട് ഒടുക്കം വരെയും വെറുപ്പിക്കൽ തന്നെയാണ്. ഒരു തെരി പോലും ഇല്ല. കൊഞ്ചാണ്. നീ എന്തെങ്ങനെ പറയുന്നത്, കൊഞ്ചി കളി. അതായത് വേറൊരു ഇതാണ്. അവരെന്തൊക്കെയോ വേറെ ലോകത്താന്ന് തോന്നുന്നു അവരെ പ്രകടനം കണ്ടിട്ട്. വളരെ മോശമായിട്ടുള്ള പടം തന്നെയാണ് കണ്ടപ്പിരിക്കാനാണ് തോന്നിയിട്ടുള്ളത്. ഗംഭീരമായിട്ട് വെറുപ്പിക്കൽ തന്നെയായിരുന്നു. കാരണം ധ്യാനം പിടിച്ച് നിൽക്കുമ്പോഴും അനുസരിച്ചുള്ള വെറുപ്പിക്കൽ തന്നെയാണ്. അങ്ങനെ പഴയ പരിപാടി പോലെ തന്നെ നായകയുടെ വീട്ടുകാർ നമ്മുടെ നായകനെ കാണുന്നു. നായക്ക് വേറെ കല്യാണം അല്ലച്ചിന് വരുന്നു, പറയുന്നു, അകലുന്നു. വീട്ടിൽ നായക്ക് കയറി വരുന്നു, ഭീഷണിപ്പെടുത്തുന്നു. പണ്ടത്തെ പഴയ ക്രിഞ്ച് പരിപാടി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. അതിനിടയ്ക്ക് കഥാനായകന് ജോലി കിട്ടുന്നു അധ്യാപനായിട്ട്. അപ്പോഴാണ് അവിടുത്തെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നിധി കിട്ടുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. കള്ളോടിയനായിട്ടൊരു വ്യക്തി വരുന്നുണ്ട്. അത് ഫ്ലാഷ് ബാക്ക് തൊട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഥ പറയുമ്പോൾ ഈ വ്യക്തിയുണ്ട്. പിന്നീട് അതിൻ്റെ ഇടയ്ക്ക് ആൾ പോകുന്നുണ്ട്. അത് വേറെ കേസിൽ ഞാൻ പറഞ്ഞ് സ്പോയിലാക്കുന്നില്ല. അങ്ങനെ ആ വെറുപ്പിക്കൽ അവിടെ തീരും. അതിൻ്റെ ഇടയ്ക്ക് ബാക്കി രണ്ടുപേരും തുടർന്നുള്ള വെറുപ്പിക്കൽ പിന്നെയും തുടരാണ്. അതിൻ്റെ ഇടയ്ക്ക് ജോയ് മാറ്റി കയറി വരുന്നുണ്ട്. നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ജോയ് മാറ്റി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം. അതുപോലെ തന്നെ പാഷാണം ഷാജി വരുന്നുണ്ട്. ഒരു മെമ്പറാണ്. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയും. അങ്ങനെ ഒരു കൊലപാതകവും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതിനിടയ്ക്ക് വേറൊരു വ്യക്തി നമ്മുടെ ഗൗരി നന്ദന പോലീസ് ഓഫീസർ സ്ഥിരം പരിപാടി എന്നുകൊണ്ട് നമ്മുടെ ഇതിന് മുമ്പായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ ഒരു ചിത്രം ഉണ്ടായിരുന്നല്ലോ, ഏതാണത്, ഡിഗിനും പോലീസ് ഓഫീസർ തന്നെയായിരുന്നു. അതിലേപോലെ പ്രത്യേകിച്ചും ചെയ്യാനൊന്നുമില്ല. അങ്ങനെ കടന്നു പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇലക്ഷൻ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ലാസ്റ്റ് ഒരു ഫൈറ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവസാനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഇതിൻ്റെ പുതുതായി വന്ന പ്രമേയം എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ പ്രമേയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസൻ എന്താ പറയുക, ഒരു ഇലക്ഷൻ ഡ്യൂട്ടി ഓഫീസറായിട്ട് വരുന്നുണ്ട്. അതാണ് പുതിയൊരു പ്രമേയമായിട്ട് പറയുന്നുണ്ട് ചിലവർ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അത് നല്ല കണ്ടൻറ്റായിട്ട് എടുക്കാമായിരുന്നു. അതിനിടയ്ക്ക് നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇലക്ഷൻ ഓഫീസിലേക്ക് നാട്ടുകാർ തല്ലാൻ വേണ്ടി വരുന്നത്. വില്ലന്മാരൊക്കെ കിടന്ന് തല്ലും. ലാസ്റ്റ് നന്മമരമാണെന്ന് പറഞ്ഞ് വെറുതെ വിടുന്നു. പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് പിടിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് യാതൊരു മാറ്റമില്ല. ആ പ്രകടനത്തിൻ്റെ കാര്യത്തിൽ നോക്കുക വെച്ചെങ്കിൽ ധ്യാന് കുറച്ചുകൂടി ബെറ്റർ എന്നൊക്കെ പറയാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഒന്നും ചെയ്യാനില്ല. അവിടേക്ക് തുടക്കത്തിലൊക്കെ ഒരു ഓക്കെ ലെവൽ തന്നെയായിരുന്നു. പക്ഷെ ഒട്ടും തന്നെ എന്തില്ല, എന്താ പറയുക, അദ്ദേഹം ഇൻ്റർവ്യൂവിലേക്ക് ചെയ്യണ പോലെ തന്നെ ആ ലെവലിൽ തന്നെയാണ് ഇതിൽ പിടിച്ചിട്ടുള്ളത്. യാതൊരു മാറ്റമില്ല. പിന്നെ ധ്യാൻ്റെ അമ്മയായിട്ട് അവതരിപ്പിച്ച കഥാപാത്രം സ്ഥിരം റോൾ ചെയ്യുന്ന 1-2 പടത്തിലൊക്കെ ഉണ്ട്. അവരെ എടുത്ത് പറയണില്ല.
പെങ്ങൾ ചെയ്തൊരു കഥാപാത്രമുണ്ട്. പിന്നെ നമ്മുടെ പണ്ടത്തെ സീരിയൽ നടനായിട്ടുള്ള വ്യക്തിയൊക്കെ ഇതിൽ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെയാണ് ഇതിൽ വന്നു പോകുന്നത്. കാരണം ഒരുപാട് കാസ്റ്റിംഗായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. നാട്ടിലെ കുറേ പിള്ളേർ, കോളേജ് പിള്ളേർ, അധ്യാപകന്മാർ, ഒരു വ്യക്തിയിലാണ്ട് കുറേ അധ്യാപകന്മാർ കടന്നു വരുന്നുണ്ട്. അധ്യയനമായി വരുമ്പോൾ അവിടുത്തെ കുറേ കോമാളിത്തരം പരിപാടിയും കാര്യങ്ങളും പുഴയും തേങ്ങയും മാങ്ങിക്കായിട്ട് അങ്ങനെ പോകുന്നുണ്ട് പടം. കാരണം അതാണ് സ്വർഗം എന്ന് പറയുമ്പോൾ ഒരു നാടിൻ്റെ പശ്ചാത്തലം കാണിക്കും. ഉൾനാടൻ ഗ്രാമ പശ്ചാത്തലം ആയതുകൊണ്ടായിരിക്കാം ഈ സീൻസും സീൻസൊക്കെ എടുത്ത് കാണിച്ചിട്ട് ചായക്കടി പരിദൂഷണം, ലാസ്റ്റ് അയ്യോ നല്ലവനായിരുന്നു പാവപ്പെട്ട ചെറുപ്പക്കാരെന്ന് പറഞ്ഞ പരിപാടിയും കാര്യങ്ങളൊക്കെ വന്ന് വരുന്നുണ്ട്. അതാണ് കട്ടുറുമ്പ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കട്ടുറുമ്പിൽ എന്ന് പറയുമ്പോൾ എന്താണ് പേരിട്ടെന്ന് മനസ്സിലായിട്ടില്ല. അതിന് ഇൻ്റർവെൽ ബ്ലോഗൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് യാതൊരു ട്വിസ്റ്റും ഇല്ലാതെ തലവേദന എടുത്തിട്ട് ഇറങ്ങി പൊക്കെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവെല്ലായിരിക്കും. ഇൻ്റർവെല്ലായത് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെ തോന്നില്ല. പക്ഷെ നമ്മൾ പൈസ കൊടുത്ത് കയറിയില്ലേ, എങ്ങനെയാണ് ഭണ്ഡാരം തീർക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഇൻ്റർവെൽ ബ്ലോഗ് തന്നെ ഇങ്ങനെ രണ്ടുപേർ ഇങ്ങനെ ശത്രുതയിലെടുത്ത് കാണിക്കുന്നു. ഒരു ഉറുമ്പ് അങ്ങോട്ട് പോകുന്നു, ഒരു ഉറുമ്പ് പോകുന്നു, ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങുന്നു. അതാണ് കട്ടുറുമ്പ്. അങ്ങനെ കട്ടുറുമ്പ് കടിച്ച് ഇങ്ങനെ ഇൻ്റർവെൽ ഇങ്ങനെ അവസാനിക്കുമ്പോഴാണ് ബാക്കി നമ്മുടെ കഥാനായകൻ്റെ ടെസ്റ്റും പരിപാടിയും കാര്യങ്ങളായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ലാസ്റ്റ് എന്തൊക്കെയോ ചെയ്തിട്ട് അവസാനിക്കുന്നു. നന്മമരമായിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കട്ടുറുമ്പ് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയിട്ടുള്ളത്. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. തീർച്ചയായിട്ടും കാണാൻ താല്പര്യങ്ങൾ കണ്ടു നോക്കി. കാരണം ഇപ്പോഴും ഞാൻ ഒരുപാട് ഫാമിലീസും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇൻ്റർവ്യൂവിലൂടെ തന്നെ ആ വ്യക്തി ഒരുപാട് ഫാൻസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കാരണം ഞാൻ തന്നെ പറയുന്നു, കാരണം പടം മോശമാണെങ്കിലും നല്ലതെന്ന് പറയും. കാരണം വേറെ ഒന്നല്ല, അത് ഇറങ്ങുമ്പോൾ അവരുടെ ഒപ്പം നിൽക്കേണ്ടത് ചിന്താഗതിയിലാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നും ഏറ്റവും കൂടുതൽ മലയാള സിനിമ യൂത്തന്മാരിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സിനിമ പരാജയപ്പെട്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ സിനിമ ഇനി ഇറങ്ങാനുള്ളതും ഒരു ആഴ്ചയിൽ ഒരു 3 ചിത്രങ്ങളും ഇറങ്ങാനുള്ള വ്യക്തി ധ്യാൻ ശ്രീനിവാസനാണെന്ന് തോന്നുന്നു. നിശംസം പറയാൻ സാധിക്കും. കാരണം വേറെ ഒന്നുമില്ല, കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു എന്താ കുടുംബശ്രീ കുഞ്ഞാട ഇതൊരു പടം ഇറങ്ങിയിരുന്നു. അതിനുശേഷം ഈ പടം ഇനി അടുത്ത ആഴ്ചയിൽ പാർട്ട്ണർ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു 4 ചിത്രമെങ്കിലും ധ്യാൻ്റെ ഇറങ്ങാനുണ്ട്. അപ്പോൾ ധ്യാൻ ഫ്രണ്ട്സിനെ ഇപ്പോഴും ആഘോഷിക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ധ്യാൻ ചെയ്തു തരുന്നുണ്ട്. കാരണം ധ്യാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, കാരണം പൈസയ്ക്ക് ഒരു വിലയില്ലല്ലോ. അപ്പോൾ ഇത്രയ്ക്കും പറയാനുള്ളൂ. എന്തായാലും സ്വർഗത്തിലെ കട്ടുറുമ്പ് കണ്ടപ്പോൾ എനിക്കൊരു നായക തുല്യമായിട്ടുള്ളൊരു വിധിയാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായം മാത്രമായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല, സാധാരണ റിസ്കിൽ വേണമെങ്കിൽ കാണാം. ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഇപ്പോഴും ഞാൻ പറയുന്നുള്ളൂ. ആ വീണ്ടും നമ്മൾ പുതിയ ചിത്രം റിവ്യൂ ആയിട്ട് വരുന്നതിനും കാത്തിരിക്കുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.